എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നതാണ്. ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് എക്സെപ്ഷണൽ ചിൽഡ്രൻസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒന്നാണ്. ഇൻ്റലക്ച്വൽ എക്സെപ്ഷണലിൻ്റെ അണ്ടറിലാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉൾപ്പെടുന്നത്. ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്രതിഭാശാലിയായുള്ളൊരു കുട്ടി എന്നതാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പം ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ബുദ്ധിപരമായിട്ട് മാത്രമല്ല, സംഗീതത്തിലും അതുപോലെ ഗ്രാഫിങ്ങിലും അതുപോലെ ആർട്ട് തുടങ്ങിയ എല്ലാ മേഖലയിലും ഈ കുട്ടി മികച്ച പ്രകടനമായിരിക്കും കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ IQ ലെവൽ 130 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ ആയിരിക്കാം. അപ്പോൾ ഇത്തരം കുട്ടികളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിക്കുവാണെങ്കിൽ അതിനുള്ള ആൻസർ വരുന്നത് ഇൻ്റലിജൻസ് ടെസ്റ്റുകളിലൂടെയും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിലൂടെയും ഇൻട്രസ്റ്റ് ഇൻവെൻ്ററി ടെസ്റ്റുകളിലൂടെയും ഒപ്പീനിയൻ ഓഫ് ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ് അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങളിലൂടെയും അതുപോലെ പേഴ്സണാലിറ്റി ടെസ്റ്റ് വ്യക്തിത്വ പരിശോധനയിലൂടെയും സോഷ്യോമെട്രിക് ടെക്നിക്സിലൂടെയും ക്രിയേറ്റിവിറ്റി ടെസ്റ്റുകളിലൂടെയൊക്കെ തന്നെ നമുക്ക് ഇത്തരം കുട്ടികളെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത്തരം കുട്ടികൾക്ക് സ്കൂളിങ്ങിനോട് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിനോടൊരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നല്ലൊരു മനോഭാവമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ അവർ എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ആളായിരിക്കും, മോർ അറ്റൻറ്റീവ് ആയിരിക്കും. അതുപോലെ ഒറിജിനൽ തിങ്കേഴ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ഇൻ പ്രോബ്ലം സോൾവിങ്. ഇവർ യഥാർത്ഥ ചിന്തകർ അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിന് കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആൾക്കാരായിരിക്കും ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. അതുപോലെ ആഴത്തിലുള്ള അല്ലെങ്കിൽ വിശാലമായിട്ടുള്ളൊരു ചിന്താഗതി ഇവർക്കുണ്ടായിരിക്കും, മീൻസ് അബ്സ്ട്രാക്ട് തിങ്കിങ്. അതുപോലെ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും, വിമർശനാത്മകപരമായിട്ടുള്ളൊരു ഒരു വിധി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ജഡ്ജ്മെൻറ്റ്, അതുപോലെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റി എന്നിവയൊക്കെ ഇത്തരം കുട്ടികളുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇവർ സോഷ്യലി സാമൂഹ്യപരമായിട്ടൊരു സ്വീകാര്യമായൊരു ക്യാരക്ടറുള്ള ആളുകൾ കൂടിയായിരിക്കും ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ എഡ്യൂക്കേഷണൽ പ്രൊവിഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇത്തരം കുട്ടികൾക്ക് അവരുടെ കഴിവുകളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ എബിലിറ്റി ഗ്രൂപ്പിംഗ് എന്ന് വെച്ചാൽ കഴിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പുകളായിട്ടൊക്കെ നമുക്ക് ഇവരെ തിരിക്കാം. അതുപോലെ പ്രത്യേകം സ്കൂളുകൾ ഇവർക്ക് വേണ്ടിയിട്ട് നൽകാം. അതുപോലെ ആക്സിലേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ കഴിവിനനുസരിച്ച് വേഗത്തിൽ നീങ്ങുവാനും അതുപോലെ സാധാരണ സമയത്തേക്കാൾ കുറഞ്ഞ കാലയളവിൽ ഒരു വിദ്യാഭ്യാസ പരിപാടി പൂർത്തിയാക്കുവാനുമായിട്ടുള്ള അവസരം ഇത്തരം കുട്ടികൾക്ക് നൽകുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണ്, ഒരു മാസം കൊണ്ട് ചെയ്യേണ്ട വർക്ക് ഇത്തരം കുട്ടികൾ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ചെയ്തു വെക്കുന്നു. അപ്പം അങ്ങനെ ചെയ്തു വെക്കാനായിട്ട് അവർക്ക് പെർമിഷൻ നൽകുക എന്നതാണ് ഇവിടെ ആക്സിലറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ കഴിവിനനുസരിച്ച് വേഗത്തിൽ നീങ്ങാനും സാധാരണ സമയത്തേക്കാൾ കുറഞ്ഞ കാലയളവിൽ ഒരു വിദ്യാഭ്യാസ പരിപാടി പൂർത്തിയാക്കാനുമായിട്ടുള്ള അവസരം ഗിഫ്റ്റഡ് ചിൽഡ്രൻസിന് നൽകേണ്ടതുണ്ട്. അതുപോലെ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട് ഇവരുടെ. എന്ന് വെച്ചാൽ ഇവർ ആഴത്തിലുള്ള പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആഴത്തിലുള്ള പഠനങ്ങൾ ഇവർക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക അസൈൻമെൻറ്റ്സും പ്രോജക്റ്റുകളും ഒക്കെ തന്നെ നൽകാം. എങ്ങനെയാണ് ഇവർക്ക് ഡീപ്പർ ലേണിംഗ് എക്സ്പീരിയൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ അസൈൻമെൻറ്റ്സും പ്രോജക്റ്റുകളും ഒക്കെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സമ്മർ സ്കൂളുകൾ വെക്കുന്നുണ്ട്. അതുപോലെ ട്രിപ്പിൾ ട്രാക്ക് പ്ലാനുകൾ, അതുപോലെ സ്കോളർഷിപ്പുകൾ എന്നിവയൊക്കെ നൽകിക്കൊണ്ട് ഇത്തരം കുട്ടികൾക്ക് ഒരു പ്രചോദനം അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.